രണ്ടാം യു.പി.എ സർക്കാരിന്റെ പതനത്തിന് കാരണമായ സ്പെക്ട്രം അഴിമതി നരേന്ദ്രമോദി ഭരണകാലത്തും ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ തുടർന്നതായി റിപ്പോർട്ട്. ഭാരതി എയർടെൽ ഗ്രൂപ്പിന് ഉപഗ്രഹ സ്പെക്ട്രം ലഭിക്കാൻ ലേലപ്രക്രിയ ഒഴിവാക്കിയതോടെ ഇലക്ട്രൽ ബോണ്ട് വഴി ബിജെപിക്ക് ലഭിച്ചത് 150 കോടി രൂപയാണ്. രണ്ട് ഘട്ടമായാണ് ഭാരതി എന്റർപ്രൈസസ് ബിജെപിക്ക് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതെന്നും രേഖകളിൽ വ്യക്തം. 10 വർഷം നീണ്ടുനിന്ന യു.പി.എ സർക്കാരുകൾക്ക് അന്ത്യം കുറിച്ചത് സ്പെക്ട്രം അഴിമതി കുംഭകോണമായിരുന്നു. രണ്ടാം യു.പി.എ സർക്കാർ അനുവദിച്ച 122 സ്പെക്ട്രം ലൈസൻസുകൾ 2012 സുപ്രീം കോടതി അസാധുവാക്കി. സ്പെക്ട്രം വിതരണം ലേലപ്രക്രിയയിലൂടെ വേണമെന്ന് സുപ്രീം കോടതി കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ സ്പെക്ട്രം അഴിമതിയടക്കം ഉയർത്തിക്കാട്ടിയാണ് 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയത്. എന്നാൽ ഭരണത്തിലെത്തിയതോടെ ബിജെപിയുടെ നിലപാട് മാറി. ഉപഗ്രഹ സ്പെക്ട്രത്തിന്റെ വിതരണത്തിൽ ബിജെപി സർക്കാരും ലേലപ്രക്രിയ ഒഴിവാക്കി. വിതരണ ചുമതല സർക്കാരിന്റെ ഉത്തരവാദിത്തമാക്കി മാറ്റി 2023 ഡിസംബറിൽ പുതിയ ടെലികോം നിയമം പാർലമെന്റിൽ തിരക്കിട്ട് പാസാക്കി. GMPCS ലൈസൻസ്, ഇൻസ്പേസ് അംഗീകാരം എന്നിവയുള്ള കമ്പനികൾക്ക് ഉപഗ്രഹ സ്പെക്ട്രത്തിനായി അപേക്ഷിക്കാമെന്നാണ് മോദി സർക്കാർ കൊണ്ടുവന്ന ടെലികോം നിയമത്തിലെ വ്യവസ്ഥ. ഈ രണ്ട് നിർബന്ധ യോഗ്യതകളും ഭാരതി എന്റർപ്രൈസസിന്റെ കമ്പനിയായ വൺവെബ് ഇന്ത്യക്ക് മാത്രമാണ് നിലവിലുള്ളത്. ഇതോടെ ഭാരതി ഗ്രൂപ്പിന് ഉപഗ്രഹ സ്പെക്ട്രം ലഭിച്ചു. ഇതിന് പ്രത്യുപകാരമായി 150 കോടിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ബിജെപിക്ക് ലഭിച്ചതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2023 നവംബറിൽ 100 കോടിയാണ് ബോണ്ട് വഴി ബിജെപിക്ക് ലഭിച്ചത്. പിന്നാലെ ഡിസംബറിൽ 143 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ പുതിയ ടെലികോം ബിൽ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കി. പിന്നീട് ജനുവരിയിൽ 50 കോടിയും ഭാരതി ബിജെപിക്ക് കൈമാറിയെന്നും വെബ്സൈറ്റ് വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖകളിൽ വ്യക്തമാക്കുന്നു. കൈരളി ന്യൂസ്, ദില്ലി.